നമസ്കാരം. ശബരിമലയിൽ 10നും 50നും പ്രായത്തിനിടയിലുള്ള 51 സ്ത്രീകൾ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ ദർശനം നടത്തിയതായി അവകാശപ്പെട്ട് തയ്യാറാക്കിയ പട്ടികയിൽ പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന 51 പേരുടെ പട്ടികയായിരിക്കും സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ സമർപ്പിക്കുക. ക്ലാരിക്കൽ പിഴവുകൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ആണിനെ പെണ്ണായി രേഖപ്പെടുത്തിയതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തും എന്നാണ് റിപ്പോർട്ടുകൾ. പുറത്തുവന്ന പട്ടികയിലെ പേരടക്കമുള്ള മറ്റു കാര്യങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടാകില്ല, മാറ്റം വരുത്താനും സാധിക്കില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് സർക്കാർ സൈറ്റിലുള്ള കാര്യങ്ങളാണ് എന്നാണ് സർക്കാർ അഭിഭാഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. അഭിഭാഷകനിലൂടെ പുറത്തുവന്ന 51 പേരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ പട്ടികയല്ലാതെ മറ്റൊരു പട്ടികയും കോടതിയിൽ സമർപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് അധികൃതരുടെ വിശദീകരണം. ശബരിമലയിൽ 51 യുവതികൾ എത്തിയ കാര്യം കോടതിയിൽ പരാമർശിക്കുക മാത്രമാണ് ചെയ്തതെന്നും രേഖകൾ ഫയൽ ചെയ്തിട്ടില്ലെന്നുമാണ് അഭിഭാഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഫയൽ ചെയ്യാത്ത രേഖകളായതിനാൽ ഇനി കോടതിയിൽ സമർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പട്ടികയിൽ മാറ്റം വരുത്താൻ കഴിയും എന്നാണ് അഭിഭാഷകർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ക്ലാരിക്കൽ പിഴവുകൾ ഉണ്ടെങ്കിൽ തിരുത്തുമെന്ന് ഊന്നി പറയുന്നുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന പട്ടികയിൽ ഉള്ളതായിരിക്കും. അതിലൊന്നും തിരുത്തൽ സാധ്യമല്ല, തിരുത്തേണ്ട കാര്യവുമില്ല എന്നാണ് ഇവർ പ്രതികരിക്കുന്നത്. സർക്കാർ സൈറ്റിൽ നിന്നും പ്രത്യേക ആപ്ലിക്കേഷനിലൂടെയാണ് പട്ടിക ശേഖരിച്ചിരിക്കുന്നത്. മൊബൈൽ നമ്പർ അടക്കം അപേക്ഷകർ നൽകുന്ന വിവരങ്ങളാണ് പട്ടികയിൽ ഉള്ളത്. പിഴവ് വന്നാൽ അപേക്ഷകർക്കാണ് ഉത്തരവാദിത്തം. മൊബൈൽ നമ്പർ കൃത്യമാണോ എന്ന് പോലീസ് പരിശോധിക്കാറില്ലെന്നും അഭിഭാഷകർ വിശദീകരിക്കുന്നു. ശബരിമല ദർശനത്തിനായി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകുന്ന രേഖകളുടെ ഉത്തരവാദിത്തം അപേക്ഷകനാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും അഭിഭാഷകർക്കൊപ്പം തന്നെ വിശദീകരണം നൽകുന്നത്. തെറ്റുണ്ടായാൽ അപേക്ഷകർ തിരുത്തണം. അപേക്ഷകർ സമർപ്പിക്കുന്ന രേഖകൾ വിശ്വാസത്തിലെടുക്കാനേ അധികൃതർക്ക് കഴിയൂ എന്നാണ് ഇവരുടെ വാദം. തമിഴ്നാട് സ്വദേശി പരംജ്യോതിയുടെ കാര്യമാണ് ഇതിന്റെ ആദ്യ ഉദാഹരണമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. പരംജ്യോതിക്ക് സ്ത്രീ എന്ന് രേഖപ്പെടുത്തി ആദ്യം കൂപ്പൺ നൽകി, പിന്നീട് തിരുത്തിയ കൂപ്പൺ നൽകുകയായിരുന്നു. പട്ടികയിൽ 24ാം നമ്പറായ തമിഴ്നാട് സ്വദേശി ഷീലയുടെ വയസ്സ് 52 എന്നത് രജിസ്ട്രേഷൻ സമയത്ത് 48 ഇന്റർനെറ്റ് കഫേ ജീവനക്കാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിലും ശബരിമലയിലെത്തി തിരിച്ചറിയൽ കാർഡ് നൽകിയാൽ മതിയാകും എന്നാണ് കഫേ ജീവനക്കാർ നിർദ്ദേശിച്ചതെന്നാണ് അവർ വ്യക്തമാക്കിയിരുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് വ്യക്തികൾ സമർപ്പിക്കുന്ന രേഖകൾ മാത്രമേ ഉദ്യോഗസ്ഥർ കാണാറുള്ളൂ എന്നും മറ്റു കാര്യങ്ങൾ പരിശോധിക്കാറില്ല എന്നുമാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുപ്പതി ക്ഷേത്രത്തിലെ ഓൺലൈൻ രജിസ്ട്രേഷനിലും ഇത്തരം പിഴവുകൾ വരാറുണ്ടെന്നും സർക്കാരിന് തെറ്റായ രേഖകൾ പുറത്തുവിടേണ്ട കാര്യമില്ല എന്നാണ് അധികൃതർ സമർത്ഥിക്കുന്നത്. ആന്ധ്രയിൽ നിന്നുള്ള സ്ത്രീകൾ ശബരിമലയിലേക്ക് വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്നുള്ളവർക്ക് അവരെ സമീപിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് അവരുടെ ചോദ്യം. അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വന്നിരിക്കുന്നത്. അവരാണ് രജിസ്ട്രേഷൻ രേഖകൾ സമർപ്പിച്ചിരിക്കുന്നത്. രേഖകളുടെ ഉത്തരവാദിത്തം അവർക്കാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് നൽകിയിരിക്കുന്നത്. പുതിയ പട്ടികയാണോ, അഭിഭാഷകൻ പുറത്തുവിട്ട പട്ടികയാണോ കേസ് വാദം കേൾക്കുമ്പോൾ കോടതിയിൽ സമർപ്പിക്കുക എന്ന ചോദ്യത്തിന് വേറെ രേഖകൾ സമർപ്പിക്കില്ല എന്നും അതിന്റെ ആവശ്യകത ഇല്ല എന്നുമാണ് അധികൃതർ പ്രതികരിച്ചിരിക്കുന്നത്. വിവാദമുണ്ടാക്കാനിടയായ സാഹചര്യവും സാങ്കേതിക കാര്യങ്ങളും വിശദീകരിക്കാൻ സർക്കാർ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുവതികളുടെ പേരിന്റെ പട്ടികയ്ക്കൊപ്പം ഫോട്ടോയും കോടതിയിൽ സമർപ്പിക്കേണ്ട രേഖകളുടെ കൂട്ടത്തിലുണ്ട്. ഫോട്ടോകൾ പുറത്തുവിടരുത് എന്ന നിർദ്ദേശവും പോലീസിനു ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ.